തിരുവനന്തപുരം പാളയം മാർക്കറ്റിലെ കച്ചവടക്കാർക്ക് നഗരസഭയുടെ ഭീഷണി. 3 ദിവസത്തിനുള്ളിൽ കടകൾ ഒഴിഞ്ഞില്ലെങ്കിൽ പൊളിച്ചു മാറ്റുമെന്ന മുന്നറിയിപ്പ് നൽകി. പുതിയ കെട്ടിടത്തിന് സമീപത്ത് കുമിഞ്ഞുകൂടിയ മാലിന്യം നീക്കാതെ ഒഴിഞ്ഞുമാറില്ലെന്ന നിലപാടിലാണ് കച്ചവടക്കാർ. വയോധികർക്ക് കച്ചവടത്തിനായി അനുവദിച്ചിരിക്കുന്നത് കെട്ടിടത്തിന്റെ 3ാമത്തെ നിലയാണ്. ഇതെല്ലാം ആയതോടെയാണ് പ്രതിഷേധവുമായി വ്യാപാരികൾ രംഗത്തെത്തിയത്. തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് പാളയം മാർക്കറ്റ്. പതിനായിരങ്ങളാണ് സാധനം വാങ്ങാൻ ദിവസവും ഈ മാർക്കറ്റിലേക്ക് എത്തുന്നത്. നഗരസഭ മാർക്കറ്റിന് മുന്നിലൊരു പുതിയ നോട്ടീസ് പതിപ്പിച്ചിരിക്കുന്നു. 3 ദിവസത്തിനുള്ളിൽ കച്ചവടക്കാർ പുതിയ കെട്ടിടത്തിലേക്ക് മാറിയില്ലെങ്കിൽ ഇടിച്ചു പൊളിക്കുമെന്നാണ് നഗരസഭയുടെ ഭീഷണി. ഒരു മാലിന്യത്തിൻ്റെ പുറത്താണ് ഇരുത്താൻ നോക്കുന്നത്. നമ്മൾ വേറെ ഒന്നും ചോദിക്കുന്നില്ല. ഇതാ ഇപ്പോൾ 31-ാം തീയതി ഇവിടെ നിന്ന് മാറിയില്ലെങ്കിൽ എല്ലാം പൊളിച്ച് മാറ്റും എന്ന് പറഞ്ഞുകൊണ്ടൊരു പരിപാടി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഈ നഗരസഭ സെക്രട്ടറിക്ക് ഇങ്ങനെ ഒരു ലെറ്റർ ഇടുമ്പോഴത്തേ ഒരു കാര്യം ആലോചിക്കണമായിരുന്നു. ഒരാഴ്ച അയാൾ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ആയുസ് മുഴുവൻ അതിനകത്ത് നമ്മളിരിക്കാം. മക്കളെ നമ്മൾ ജനിച്ചത് വീട്ടിലെങ്കിലും വളർന്നത് ഇവിടെയാണ്. ഞങ്ങൾ അപ്പൂപ്പൻ്റെ കാലത്തുള്ള കടയാണ്. പഴയ കടയിലിരുന്നാണ് ഞങ്ങൾ കച്ചവടം ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ പറഞ്ഞ് അത് ഇടിച്ചവൻ പറഞ്ഞ് ഞങ്ങൾക്ക് ഇവിടെ കെട്ടിത്തരുമെന്ന് പറഞ്ഞു. ഇപ്പം അവിടെയും ഇല്ല ഇവിടെയില്ല. അപ്പം ഞങ്ങൾ എവിടെ പോകണം? ഈ ദുർഗന്ധത്തിലിരുന്നു കൊണ്ട് നമുക്ക് കച്ചവടം ചെയ്യാൻ കഴിയില്ല. അത് ഞങ്ങളെ ആരോഗ്യ പ്രശ്നത്തിനെ ബാധിക്കും. പൊതുജനങ്ങൾ ഈ മാർക്കറ്റിലേക്ക് വരികയാണ്. അവർ ഈ ദുർഗന്ധം ഉണ്ടെങ്കിൽ അവർ സാധനം വാങ്ങാൻ വരില്ല. ഞാൻ ഈ മാർക്കറ്റിൽ വന്നിട്ട് 50 വർഷം കഴിഞ്ഞു. എൻ്റെ 25-ാമത്തെ വയസ്സിൽ വന്ന് ഇപ്പോൾ 75-ാമത്തെ വയസ്സാവാൻ പോണ്. 50 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ ഇനി നമ്മളെ കൊണ്ട് കയറി ഇറങ്ങാൻ പറ്റില്ല. വല്ലാത്തൊരു റൂമാണ് കെട്ടിയിട്ടിരിക്കുന്നത്. 3 നില ബിൽഡിംഗ് എന്ന് പറയുന്നത് 17 കോടി രൂപ മുടക്കിയെന്നും പറയുന്നത് സർക്കാർ. ഈ 17 കോടി രൂപ മുടക്കി കെട്ടിയിരിക്കുന്ന ഒരു ബിൽഡിംഗ് ആണോ എന്നുള്ളത് നിങ്ങൾ ചെന്ന് നോക്കിയിട്ട് പറയണം. ആ ഒരു ഇരുട്ടുമുറി കെട്ടിയിട്ടിട്ട് ആ ഇരുട്ടുമുറിക്കകത്ത് ഇതേപോലെയുള്ള മാലിന്യത്തിൻ്റെ ദുർഗന്ധം കയറ്റി വിട്ടുകൊണ്ട് ഞങ്ങൾ അവിടെ ജീവിക്കുക എന്ന് പറയുന്നത് ഈ പോണ എല്ലാ അസുഖം വന്ന് ചാവാനാണ് കയറ്റി വിടുന്നത്. അപ്പോൾ അവർ ഇത്രയും വാഗ്ദാനങ്ങളും ഞങ്ങൾക്ക് തന്ന് ഞങ്ങളത് വലിയ സന്തോഷത്തോടെ ഇരിക്കായിരുന്നു. കാരണം ആ മാലിന്യം മാറ്റി തരും, ഞങ്ങൾക്ക് ഇരിപ്പിടം ഉണ്ടാക്കി തരും, നമുക്കൊരു വികസനം ആവശ്യമാണല്ലോ. നമ്മൾ എല്ലാത്തിനും സഹകരിച്ചത്. പക്ഷേ ഇതേപോലെ രാഷ്ട്രീയത്തിൽ വഞ്ചന നമ്മൾ കണ്ടിട്ടില്ല. ഗായത്രി ബാബു പറഞ്ഞെങ്ങനെന്ന് വെച്ചാൽ ഞാൻ കേട്ട് ഞങ്ങളെ കാര്യം എന്താ, അമ്മ പേടിക്കേ വേണ്ട, ഇത്രയും ഈ 10-15 കടക്കാർക്കും താഴെ അതിനുള്ള സൗകര്യം തെറ്റാം, മാലിന്യം മാറ്റിത്തരാം, അത് കഴിഞ്ഞിട്ടേ നിങ്ങൾ അങ്ങോട്ട് ആക്കുള്ളൂ എന്ന്. അവരിപ്പോൾ രാഖിരാമനെ 3 ദിവസത്തിനകം മാറിക്കൊടുത്തില്ലെങ്കിൽ ഇടിച്ച് നിരത്തും എന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് ഞങ്ങളങ്ങ് മൊത്തം അങ്ങ് തീർത്ത് കളഞ്ഞാൽ മതിയല്ലോ. കച്ചവടക്കാരെ ശ്വാസം മുട്ടിക്കുന്നതാണ് സർക്കാരിന്റെ പുതിയ പരിഷ്കാരം. വയോധികർക്കുൾപ്പെടെ അനുവദിച്ചിരിക്കുന്നത് 3ാമത്തെ നില. മാത്രമല്ല, മാലിന്യ കൂമ്പാരത്തിനിടയിൽ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നതിനാൽ ആഹാര സാധനങ്ങൾ വാങ്ങാൻ ആരും ഇവിടേക്ക് എത്തില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. പാളയം മാർക്കറ്റിൽ നിന്നും ക്യാമറമാൻ നിതിനൊപ്പം രശ്മി കാർത്തിക, ജനം, തിരുവനന്തപുരം.